ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അതിനുവേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ പച്ചടിക്ക് നല്ല കളറ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഞാനിവിടെ 1.25 കപ്പ് തൈരാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ടീസ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചു വെച്ചിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ 3 വറ്റൽമുളക്, കടുക്, ഉപ്പ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് കുക്കറിൽ ആദ്യം തന്നെ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് ഇടാം. ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു മീഡിയം തീയിൽ 2 വിസിൽ നമുക്ക് അടിക്കാം. നമുക്കിത് മൂടി വയ്ക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. ഇത് 2 വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനൊരു തേങ്ങയുടെ അരമുറിയാണ് എടുത്തിരിക്കുന്നത്. അരമുറി തേങ്ങ. പിന്നെ നമുക്ക് വേണ്ടത് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കടുകാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം ആവരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇത് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം കുറച്ച് ചേർത്താണ് അരച്ചെടുത്തത്. വെള്ളം കൂടുതൽ അങ്ങോട്ട് ഒഴിച്ച് ഇതാവുമ്പോൾ തേങ്ങ ശരിക്കും അരഞ്ഞ് നമുക്ക് കിട്ടില്ല. അപ്പം അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബീട്രൂട്ട് എന്തായെന്ന് നോക്കാം. ഞാനിവിടെ കുക്കർ 2 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഇച്ചിരി വെള്ളമുണ്ട്, നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഞാനിവിടെ തേങ്ങ അരച്ചപ്പോൾ 2 പച്ചമുളകാണ് ഇട്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അതിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം. കൂട്ടേ കുറയ്ക്കൊക്കെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് അര പാത്രം വെള്ളമല്ല ഒഴിച്ചായിരുന്നേ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം വറ്റിച്ചെടുക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർക്കാം. ഈ അരപ്പ് ഈ ബീട്രൂട്ടിലേക്കൊക്കെ കിടന്ന് നന്നായിട്ട് ഒന്ന് പതുക്കെ വേവട്ടെ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി തൈര് ഒഴിച്ചു കൊടുക്കാം.
ഞാനിവിടെ 1/4 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പച്ചടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് ഇട്ട് അങ്ങോട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് കുറുതായി വന്നാൽ മതി. അപ്പം ഇത് കുറച്ചും കൂടി നേരെ ഇരിക്കുമ്പോഴേക്കും ഒന്നും കൂടി കട്ടിയാവും. നമുക്ക് ഇതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കാം. കുറച്ച് കുറവുണ്ട്. അപ്പം നമുക്കിതിലേക്ക് സ്വല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറികളിൽ നമ്മൾ കുറച്ച് ചാറിൽ ഈ ഒരു പരുവത്തിൽ എടുത്ത് വെക്കണം. അതല്ലെങ്കിൽ കുറച്ചും കൂടി നേരം കഴിയുമ്പോഴേക്കും അതൊന്ന് കട്ടിയാവും. ഈ പരുവത്തിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും. അതല്ലെങ്കിൽ ഭയങ്കര കട്ടിയായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. അതുപോലെ തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. കറിവേപ്പില ഇടാം. ഇനി നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഇത് ഒഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇരിക്കുമ്പോഴേക്കും ഒന്നും കൂടി കുറുതായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോഴേക്കും ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ നമ്മൾ ഇലയിലൊക്കെ വിളമ്പുമ്പോഴേക്കും അത് അവിടെ ഒഴുകി പോകില്ല, കട്ടയായിട്ട് തന്നെ ഇരിക്കും. കുറച്ചും കൂടി നേരം ഇരിക്കുമ്പോഴേക്കും ഒന്നും കൂടി കട്ടയാവും അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്